ശങ്കർ സാർ, എന്താണ് പുതിയ വിശേഷം? നല്ല വിശേഷം. അറിയണ്ടേ, മലയാള സിനിമയുടെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്നാണ് ശങ്കരേട്ടനെ പറയപ്പെടുന്നത്. പക്ഷെ ഈ ചെറിയ സിനിമകളിൽ പോലും ആൾക്കാർ ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ ചെയ്യുന്ന ആ ഒരു മനസ്സെന്തത്തിന്റെ പുറത്ത് അദ്ദേഹത്തിന്റെ ഇതിലും അപ്പൊ അങ്ങനെ വിളിച്ചു. എന്റെ കഥാപാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. സിനിമയിൽ അങ്ങനെയൊന്നുമില്ല. ഏത് സിനിമ വിജയിക്കും, ഏത് വിജയിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നല്ല കഥാപാത്രം നല്ല വിളിച്ചു. ഞാനധികം അങ്ങനെ സിനിമകളിൽ അഭിനയിക്കുന്നില്ല. എന്റെ ഫിലിം റിക്ക് എന്ന് പറഞ്ഞ ഫിലിം ഡയറക്ട് ചെയ്ത് റെഡിയായിട്ടുണ്ട്. അതിന്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കണം. ഹരിനാരായൺ നല്ല സിനിമ ചെയ്തിട്ടില്ല. കഥ കേട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലും നല്ലൊരു വളരെ പവർഫുൾ അവിടുന്ന് ഇവര് പ്രേക്ഷകർ പറയുന്ന ഒരു ജാടയും ഇല്ലാതെ ചെറിയ ക്യാരക്ടർ പോലെ ശങ്കരേട്ടൻ ചെയ്യുന്ന ആ മനസ്സ് എന്നാണ് പറയുന്നത്. ചെറിയ ക്യാരക്ടർ നമ്മൾ വന്നിട്ട് കാര്യമില്ല. ആ സിനിമയിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ സിനിമയിൽ നമ്മുടെ ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ സിനിമയിൽ ക്ലൈമാക്സിന്റെ കയ്യിൽ ഇഷ്ടപ്പെട്ടു, കഥ ഇഷ്ടപ്പെട്ടു. ചെയ്യാൻ ഇനി സംവിധാനം ഇപ്പൊ ഒന്ന് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അടുത്തതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നു. അതെല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. ഓക്കെ. റിലീസ് മെയ്യിലേക്ക് റിലീസ്. ലണ്ടനിൽ ഷൂട്ട് ചെയ്ത സിനിമ കുറച്ച് പല ഭാഷകളിലും കൊടുക്കാനുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു. മിഡിൽ മഴ നോക്കിയിട്ട് എന്ത് ജോണറാണ് സിനിമ? അത് ഹൊറർ. ഓക്കെ. കുറേ കൂടി ഒരു വിഷ്വൽ എഫക്ട്സിനകത്ത് ഒരുപാട് ഇമ്പോർട്ടൻസ് ചെയ്യുന്നു. ആർട്ടിസ്റ്റിനെക്കാട്ടിലും കൂടുതൽ ഗ്രാഫിക്സ്. തിയേറ്ററിക്കൽ ഒരു എക്സ്പീരിയൻസ്. ചേട്ടൻ അതിനകത്ത് അഭിനയിക്കുന്നുണ്ടോ? ഞാനൊരു സോങ്ങിൽ മാത്രം. ഡയറക്ഷൻ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് കഥകളെടുക്കാൻ പറ്റും. അല്ല, ആർട്ടിസ്റ്റുകളൊക്കെ ഒരു ഹേമന്ത് മേനോനുണ്ട്, ഗീതിക തിവാരി, നോർത്ത് ഇന്ത്യൻ ആക്ട്രസ്. പിന്നെ പ്രവീൺ എന്ന് പറയുന്ന ക്രൊക്കഡൈൽ അങ്ങനെ കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്. പക്ഷെ അതിലും കൂടുതലും വിഷ്വൽ സിനിമ. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.